ഹലോ, ഇന്ന് നമുക്ക് നല്ല ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ? ഈ ഒരു പ്ലം കേക്കില്ലേ ആർക്കും ഉണ്ടാക്കാം കേട്ടോ. ബേക്കിങ്ങിൻ്റെ ABCD അറിയാത്തവർക്ക് പോലും ഈ ഒരു കേക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് എഗ് ബീറ്ററിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ ഓവനും വേണ്ട. ഇതൊന്നും ഇല്ലാണ്ട് അടിപൊളി ഒരു പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെക്കുക. 1/2 കപ്പ് ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി, 1/4 കപ്പ് അണ്ടിപ്പരിപ്പ്, 1/4 കപ്പ് ഡ്രൈ ആയിട്ടുള്ള ബ്ലാക്ക്ബെറി, അതുപോലെ തന്നെ 1/4 കപ്പ് നല്ല സീഡ്ലെസ് ആയിട്ടുള്ള കറുത്ത മുന്തിരി. ഇത് 5 ഐറ്റമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷുഗർ കാരമലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇത് 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അടികട്ടിയായിട്ടുള്ള ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഷുഗർ കാരമലൈസ് ചെയ്യാൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്യാം. 5-6 മിനിറ്റ് മതി ഷുഗർ നമുക്ക് നന്നായിട്ട് കരിഞ്ഞ് കിട്ടാന്ന് വെച്ചാൽ ഒരുപാട് കരിച്ച് കളയരുത് കേട്ടോ. ആ ഒരു ബ്രൗൺ കളർ മാത്രം മതി. ഒരുപാട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പടിക്കും. ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/4 കപ്പ് പച്ചവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ കാരമൽ സിറപ്പ് റെഡിയായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീണ്ടും ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. ഞാനിപ്പോൾ ഇതുപോലത്തെ ചെറിയൊരു കടായിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ അത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കടായി നന്നായി ചൂടായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ബട്ടർ എടുക്കുമ്പോൾ അൺസോൾട്ടഡ് തന്നെ എടുക്കുക കേട്ടോ. ബട്ടർ നന്നായിട്ട് ഉരുകി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് പച്ചവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, കാഷ്നട്ട് ഒഴികെ ബാക്കി എല്ലാ ഐറ്റംസും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴവും മുന്തിരിയും ബ്ലാക്ക്ബെറിയും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ ഒരു വെള്ളവും ബട്ടറിൻ്റെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണം. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി അതങ്ങ് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പഞ്ചസാര പൊടിക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ജാറിൽ ആദ്യം തന്നെ പഞ്ചസാര പൊടിച്ചുകൊണ്ടാണ് ഞാൻ ഇതന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 ചെറിയ കഷ്ണം പട്ടയും 3 ഏലക്കയും 5-6 ഗ്രാമും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ ഒരു 3 സംഭവങ്ങളും നേരത്തെ തന്നെ ചെയ്ത് വെച്ചാൽ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിലേക്കൊരു 3 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഇല്ലെങ്കിൽ ചെറിയ ഫോർക്ക് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അങ്ങനെ മുട്ട നമ്മൾ വാനില എസൻസുമായിട്ട് നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് ആ ഒരു മുട്ടയും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അരിപ്പ വെക്കുക. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അരിച്ചു മാറ്റാം കേട്ടോ. അങ്ങനെ ബേക്കിംഗ് പൗഡറും മൈദയും കൂടി നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ആദ്യം കാരമലൈസ് ചെയ്തിട്ടുള്ള കാരമൽ സിറപ്പ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടെല്ലാം ഉണ്ടാവും, അത് സാരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ വേറെ പാലോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ഈ ഒരു ഐറ്റം മാത്രം മതി. നല്ല പൊള്ളി ടേസ്റ്റിൽ നമുക്ക് പ്ലം കേക്ക് റെഡിയാക്കാം കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി ഒരു പിടി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ.
അപ്പം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ലല്ലോ. ഈ ഒരു സമയത്ത് അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലം കേക്കിൻ്റെ ബാറ്റർ എന്ന് വെച്ചാൽ ഒരുപാട് തിക്കും അല്ല ഒരുപാട് ലൂസും അല്ല. അതാ ഈ ഒരു കുറച്ച് അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്, എന്നാൽ ഒരുപാട് തിക്കും അല്ല. ഇതിങ്ങനെ വിട്ട് വിട്ട് വരുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഈ ഒരു പ്ലം കേക്കിന് ഉണ്ടാവുക. ഇനി ഞാനിതാ ഒരു 8 ഇഞ്ചിൻ്റെ പാന് കുറച്ചൊരു ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ വേറെ ബട്ടർ പേപ്പറോ കാര്യങ്ങളൊന്നും വെക്കുന്നൊന്നുമില്ല. ഈ ഒരു മൈദ ഡസ്റ്റ് ചെയ്താൽ തന്നെ വേറെ അടിക്ക് പിടിക്കുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. അഥവാ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് സൈസായിട്ടുള്ള ബട്ടർ പേപ്പർ വെച്ചെടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്കിങ്ങനെ ചെയ്യുമ്പം ഇതുവരെ അടിക്ക് പിടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെക്കാം കേട്ടോ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം, ഉള്ളിലുള്ള എയർ ബബിൾസ് ഒന്നും പുറത്ത് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ഒരു സ്ക്വയറോ അല്ലെങ്കിൽ സ്പൂണിൻ്റെ തട്ട വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രം 5-6 കാഷ്നട്ട് ഇതിൻ്റെ മേലിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു കേക്ക് നമുക്ക് സെയിൽ ചെയ്യാം, അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ ഒരു റേറ്റ് കുറച്ചിട്ട് നമുക്കിത് സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ. 2 വീക്സ് വരെ കേടുകൂടാണ് നമുക്കിത് സൂക്ഷിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് മുന്തിരിയും കൂടി വെച്ചിട്ട് അതൊന്നും കൂടി ഡെക്കറേഷൻ ചെയ്യാം. ഇനി നമ്മളിത് ഉണ്ടാക്കുന്നത് സാധാരണ ചെമ്പിലാണ്. ഞാനിപ്പോൾ ഇതൊരു വലിയ ചെമ്പെടുത്തിട്ടുണ്ട്. അത് നല്ല ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കുക. അതിലേക്കൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടത് മൂടി വെച്ചിട്ട് ഒരു മണിക്കൂർ പ്ലസ് 20 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം 1.5 മണിക്കൂർ നമ്മൾ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളിത് ഓവനിലാണ് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 40 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡിയായിനോ നോക്കാൻ ഒരു കത്തി വെച്ചിട്ടോ സ്ക്വയർ വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കുക. സെൻറ്റർ പോർഷനിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായി. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മളിത് കട്ട് ചെയ്യുക കേട്ടോ. പ്ലം കേക്കായാലും ഏതൊരു കേക്കായാലും നമ്മൾ കട്ട് ചെയ്യുമ്പം അത് നന്നായിട്ടൊന്ന് തണുക്കണം, അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോകണം. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. പ്ലം കേക്ക് എന്ന് പറഞ്ഞാൽ പുറം ഭാഗം അത്യാവശ്യം ചെറിയൊരു കട്ടിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ അതേ പെർഫെക്ഷനിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പ്ലം കേക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കൊന്നും വേണ്ട, ഈസി ആയിട്ട് പേർക്ക് ഉണ്ടാക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബനൂസ് വേൾഡ്.